ദിവസവും നമ്മൾ ഈ കേരളക്കരയിൽ ഇപ്പോൾ ഉറക്കമുണരുന്നത് ഓരോ കൗതുകകരമായിട്ടുള്ള വാർത്തകൾ കേട്ടിട്ടാണ്. ഇന്നിപ്പോൾ ഒരു പെണ്ണ് അല്ലെ, ആ പെണ്ണ് സമൂഹ മാധ്യമങ്ങളിൽ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വേറെ ഒരു കാര്യവും കൂടി പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു വഫ ഫിറോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ? തന്റെ 2-4 വയസ്സാണെന്ന് തോന്നുന്നു ഉള്ള കുഞ്ഞുമക്കളെ വീട്ടിൽ ഉറക്കിക്കിടത്തിയിട്ട് പാതിരാത്രി 2:30 മണിക്ക് ഏതോ ഒരുത്തൻ വിളിച്ചു. ഉടനെ കാർ എടുത്തു, ഇവളിറങ്ങി പുറപ്പെട്ടു. ശ്രീറാം വെങ്കിട്ടറാമാണ് വിളിച്ചത്. IPS കാരനല്ലേ? അങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള സൗഹൃദം നിസ്സാരവൽക്കരിക്കാൻ പാടുണ്ടോ? താത്ത അത് യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ബഷീർ കാർ ഇടിച്ചങ്ങോട്ട് കൊന്നു. മദ്യലഹരിയിലായിരുന്നു രണ്ടുപേരും. ആദ്യം പറഞ്ഞു ഇവളാണ് കാർ ഓടിച്ചിരുന്നത് എന്ന്, പിന്നീട് പറഞ്ഞു അവനാണ് കാർ ഓടിച്ചിരുന്നത് എന്ന്. എന്തായിരുന്നാലും കെട്ടിയോൻ കിണ്ടി എടുത്ത് വെളിയിലിട്ടു. ഇങ്ങനത്തെ മുതലുകളെയൊന്നും പ്ലീസ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞെടുത്ത് ഒഴിവാക്കിയിട്ടു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു വാർത്ത വരുന്നത്. എന്താണ്? അമ്മിഞ്ഞെ ഒരച്ച് ഒരുത്തി ഒരുത്തനെ അങ്ങോട്ട് കൊന്നു. അവള് നല്ല കടിജീവിതയായിരുന്നു. അവള് കഴപ്പ് മൂത്തിറങ്ങി തിരിച്ചു. ക്ഷമിക്കണം നിങ്ങൾ ഇങ്ങനത്തെ പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് കൊണ്ട്. ഇവരോട് ഒരു മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്ന കാലത്തികൾക്ക് ഈ പദപ്രയോഗമല്ലേ പറ്റൂ. ഇതെങ്കിലും പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള അമർഷം പുറത്തു വരുന്നത്? അവള് അമ്മിഞ്ഞയും കൂർപ്പിച്ച് ഒരു ഫോണുമായിട്ട് കാറുകളും ബൈക്കുകളും സ്കൂട്ടറുകളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സാധാരണക്കാരന്റെ നെഞ്ചത്ത് കുതിര കയറണമെങ്കിൽ സ്വകാര്യ KSRTC ബസ്സുകൾ തന്നെ വേണമല്ലോ. കേറി മാറി ഒരക്കല്ലേ എന്ന് പറഞ്ഞ മനുഷ്യൻ മാറി നിന്നിട്ടും ദീപകിന്റെ ദേഹത്ത് മുല കൊണ്ടുപോയി ഒരച്ച് ആ മനുഷ്യൻ ജീവൻ ഒടുക്കിയിട്ട് അവൾക്കൊരു തരിമ്പും കൂസല് നമ്മൾ ആരെങ്കിലും കണ്ടിരുന്നോ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട്? ഓ മരിച്ചോ, ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രേ ഉള്ളൂ. ഒടുവില് അവൾ അവളുടെ രക്ഷയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു. ബന്ധു വീട്ടിൽ പോയിട്ട് പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ടിട്ട് ഒളിച്ചിരിക്കുക, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക, ഒക്കെ സ്വാഭാവികമാണെന്ന് വിചാരിച്ചാൽ മതി. വേറൊരുത്തി അതും ഇതുപോലെ തന്നെ അതും നിതംബവും സ്ഥലങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. അവൾക്ക് ഇവിടെ ഒന്നുമുള്ള ആളുകളുടെ ഒരക്കൽ അവൾക്ക് സുഖമില്ല. അവൾക്ക് ജാക്കി വെക്കണമെങ്കിൽ ജോർദാനിൽ തന്നെ പോകണം. അവിടെ പോയി ഇവള് കഴുതപ്പുറത്ത് കയറി അവനെയും വിളിച്ച് കഴുതപ്പുറത്ത് കയറ്റി. ഇവരൊക്കെ മുസ്ലിം സ്ത്രീകളാണ്, തലയിൽ തട്ടമിട്ടിട്ടുണ്ട്, മറക്കരുത് കേട്ടോ. ഇവരുടെ വ്ലോഗുകളൊക്കെ എങ്ങനത്തേതാണെന്നറിയാമോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് പ്രത്യക്ഷപ്പെട്ടു വരാറുള്ളത്. ഇരിക്കട്ടെ. എന്നിട്ട് അവൾ അവനെയും പിടിച്ചു പുറകെ കയറ്റിയിട്ട് അവന്റെ എന്തോ ഒരയ്ക്കുന്നു, ഞാൻ സെക്ഷുവലി അബ്യൂസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് കള്ളക്കരച്ചിലും. അതുവരെ വ്യൂസും ഫോളോവേഴ്സും ഒന്നുമില്ലാതിരുന്ന ആളിന്റെ വ്യൂസ് 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ആയിട്ട് അങ്ങനെ കയറി. അപ്പോ വൈറലാകാൻ വേണ്ടി ആരുടെ ജീവൻ എടുക്കാനും മടിയില്ലാത്ത ഈ ലവളുമാരെയൊക്കെ തളയ്ക്കണം. എന്തായിരുന്നാലും ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരു രക്ഷയുമില്ല. ഇരിക്കട്ടെ. ഇവള് അബ്ദുള്ള എന്ന് പറയുന്ന യുവാവിനെതിരെ ഇവൾ ആരോപണങ്ങൾ ഉയർത്തി. പിന്നീട് ജോർദാനിൽ തന്നെ അവളെ തൂക്കിയെന്നോ അവൾക്കെതിരെ കേസ് എടുത്തെന്നോ അബ്ദുള്ള എന്ന് പറയുന്ന ആ യുവാവ് മാനഹാനി കാരണം ജീവൻ ഒടുക്കിയെന്നോ അങ്ങനെ പല രൂപത്തിലുള്ള വാർത്തകൾ വന്നു. എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അടുത്ത ഒരു വാർത്ത വരുന്നു. അതും ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് മറക്കരുത്. അതിന്റെ മുമ്പ് 2 തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുവാണ്. തട്ടമിട്ട് റീലെടുത്ത് ക്ഷേത്രക്കുളത്തിൽ കാലി ചവിട്ടി. എന്തുവാണിവരൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? അത് കഴിഞ്ഞിട്ടാണ് മാടായിപ്പാറയിൽ കുറെ അപ്പിക്കുപ്പായക്കാരികൾ ഇറങ്ങി ആ ക്ഷേത്ര നടയിൽ വന്നിട്ട് ഹമാസിന് ഐക്യദാർഢ്യം വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാ, ഗാസയ്ക്കെതിരെ. അതിന് മാടായിപ്പാറക്കാർ ഇവരെ എന്തെങ്കിലും ചെയ്തോ? അപ്പൊ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിക്ക് പ്രശ്നമുണ്ട്. അതല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറയാനേ എന്റെ മാനസികാവസ്ഥയ്ക്ക് എനിക്ക് പറ്റും. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് മുടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട്
ഒരു കൂസലുമില്ലാതെ ഒരുപാട് മാധ്യമ ക്യാമറകൾ ഒപ്പിയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ കൊച്ചിയിൽ ഒരു സ്ത്രീ കാണിക്കുന്ന കസർത്താണ്. മറ്റൊരിക്കലാണ് ജസീല എന്ന് പറയുന്ന ഒരു സ്ത്രീ അടിച്ച് ഫിറ്റായിട്ട് പോലീസുകാരെ ചവിട്ടുന്നു, കുത്തുന്നു, റോഡിലൂടെ വണ്ടി വിടുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പാലക്കാട് ഒരുത്തി നടു റോഡിൽ നമസ്കരിക്കുന്നു, കെട്ടിയോന്റെ ഓഹരി കെട്ടിയോന്റെ വീട്ടുകാര് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ വള്ളി പൊട്ടി പെണ്ണുങ്ങൾ ഇറങ്ങി തിരിക്കുവാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്തായിരുന്നാലും കൊച്ചിയില് അറസ്റ്റിലായ ഒരു യുവതി, അവരും സംഘവുമുണ്ട് കേട്ടോ. കടവന്ത്രയില് അവര് ചെയ്ത കൃത്യം എന്താണ്? ഭിന്നശേഷിക്കാരനായിട്ടുള്ള യുവാവിനെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച സംഭവത്തിലാണ് ഈ പെണ്ണും കൂട്ടാളികളും അറസ്റ്റിലായത്. മൊത്തം 5 പ്രതികളിൽ 4 പേരും അറസ്റ്റിലായി എന്നാണ് പോലീസ് പറയുന്നത്. നല്ല ഫോട്ടോ അല്ലേ? നന്നായിട്ട് എടുക്കണേ മാധ്യമപ്രവർത്തകരോട് യുവതി പറയുക. അപ്പോൾ വൈറലാകണം. പോലീസിന്റെ മുന്നിലും സഫ്ന എന്ന് പറയുന്ന മുസ്ലിം യുവതിക്ക് യാതൊരു കൂസലുമില്ല. സംസാരശേഷിയില്ലാത്ത, കേൾവിശേഷിയില്ലാത്ത ഒരു യുവാവിനെ ഇൻസ്റ്റഗ്രാം വഴി ചാറ്റ് ചെയ്ത് വിളിച്ചു വരുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 പേര് പിടിയിലായതോടുകൂടി 1-ാം പ്രതിയായിട്ടുള്ള സഫ്ന ഉൾപ്പെടെ പോലീസിന്റെ പിടിയിലുമായി. ഈ മാസം 22-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട കൊല്ലം നല്ലില സ്വദേശിയായിട്ടുള്ള യുവാവും ഈ സഫ്നയും തമ്മിൽ കുറച്ച് ചാറ്റിംഗ് ബന്ധം ഉണ്ടായിരുന്നത്രേ. ഇത് നടക്കുന്ന ദിവസം വൈകിട്ട് ഒരുമിച്ച് പുറത്തു പോകാമെന്ന് തീരുമാനിച്ചിരുന്നു ഇവര്. പക്ഷേ പനമ്പിള്ളി നഗർ സൗത്ത് പാലത്തിനടുത്ത് ഉള്ള ഒരു ഹോട്ടലിലേക്കാണ് യുവാവിനെ സഫ്ന വിളിച്ചു വരുത്തിയത്. വൈകുന്നേരം 6:30 മണിയോടുകൂടി യുവാവ് ഹോട്ടലിൽ എത്തുന്നു. ഇതിനിടയിലെ ശുചിമുറിയിൽ ഒളിച്ചിരുന്ന 2 പേരും പുറത്തുനിന്നെത്തിയ മറ്റ് 2 ആളുകളും ചേർന്ന് മാരകായുധങ്ങളുമായിട്ട് യുവാവിനെ ആക്രമിച്ചു. ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. യുവാവ് ഇതിന് വിസമ്മതിച്ചതോടുകൂടി പ്രതികൾ മാറി മാറി മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. അതിനിടയിൽ സംഘത്തില് ഒരാള് ടോർച്ച് ഉപയോഗിച്ച് യുവാവിന്റെ വലത് കൈപ്പത്തിയിൽ അടിച്ചു. തലക്കടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടത് കൈകൊണ്ട് യുവാവ് അത് തടഞ്ഞു. യുവാവിന്റെ നഗ്ന ചിത്രങ്ങൾ പ്രതികൾ പകർത്തിയതായും FIR-ൽ പറയുന്നു. കൊല്ലുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഇപ്പോ വള്ളി പൊട്ടി വികാര ജീവികളായി കുറച്ച് തട്ടമിട്ട പെണ്ണുങ്ങൾ ഇറങ്ങി തിരിക്കുവാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കൊലപാതകങ്ങൾ ഉണ്ടാക്കാൻ, യുവാക്കളെ മാനഹാനപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കുവാണ്. ഈ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് ഇപ്പൊ പുരുഷ കമ്മീഷൻ ഒന്നും ഇല്ലല്ലോ. അവരെ ഈ രൂപത്തിൽ പീഡിപ്പിച്ചാലോ കൊലപ്പെടുത്തിയാലോ എവിടെയെങ്കിലും പോയി പരാതി കൊടുക്കാൻ. എന്നിട്ട് ഒരു സംസാരശേഷിയില്ലാത്ത മാനസിക പ്രശ്നമുള്ള ഒരു യുവാവിനെ കൊണ്ടുവന്ന് ഈ രൂപത്തിൽ ക്രൂരമായി ഉപദ്രവിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പില് ഒരിറ്റ് പോലും കുറ്റബോധമില്ലാതെ വൈറലാകുക എന്ന ഒരൊറ്റ ഉദ്ദേശം, 2 പണം തട്ടുക, അതിന്റെ കൂടെ ഒരു ഇച്ചിരി സുഖവും കൂടെ കിട്ടിയാൽ അതും ഓക്കെ. എന്തെങ്കിലും ഒരു മാനസിക വെല്ലുവിളിയുള്ള യുവാവാണെങ്കിലും ലിംഗത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ബന്ധപ്പെടാൻ പറഞ്ഞാൽ ആരാണെങ്കിലും അത് ചെയ്യുമല്ലോ. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഇന്റൻഷൻ. അപ്പോ നോക്കണം, ഇനി താൻ പിടിക്കപ്പെട്ടാലും സാരമില്ല, പണം വേണം, സുഖം വേണം, വൈറലാകണം. അമ്മിഞ്ഞെ ഉരച്ചവൾ വൈറലായില്ലേ? ജാക്കി വെച്ചവൾ വൈറലായില്ലേ? വാഹനമോടിച്ച് 2 മണിക്ക് ഒരുത്തനെ വണ്ടി ഇടിച്ച് കൊന്നവൾ വൈറലായില്ലേ? ഇവരുടെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മളെ ഭയപ്പെടുത്തണം. കാരണം അധ്വാനിക്കാൻ വയ്യ, ഒരുപാട് ബുദ്ധിമുട്ടാൻ വയ്യ, പണത്തിനൊക്കെ നല്ല ചെലവാണെന്നേ. പെട്ടെന്ന് പണക്കാരാകണം, അതുവഴി ജീവിതം മെച്ചപ്പെടുത്തണം. അതുകൊണ്ടാണ് കരിങ്കൽ കോട്ടയ്ക്കകത്ത് ഇപ്പോൾ അവർ സുരക്ഷിതരായെത്തി. അവർ ആഗ്രഹിച്ചത് അതുപോലെയുള്ള കോട്ട, പരിചാരകർ, ക്യാമറ സംവിധാനങ്ങൾ, സെക്യൂരിറ്റികളൊക്കെയുള്ള കൊട്ടാരത്തിൽ കഴിയണമെന്നാണ് ആഗ്രഹിച്ചത്. ജയിലാണെന്നല്ലേ ഉള്ളൂ. ഇവരുടെ മനസ്സില് മറ്റുള്ള മാനവിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ആളായിരുന്നെങ്കിൽ ഇവളൊക്കെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുവോ? ആദ്യം സൗഹൃദം, നമ്മള് ചില ഹണി ട്രാപ്പുകളൊക്കെ കേട്ടിട്ടില്ലേ? അവരെ കൊണ്ടുവന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചാറ്റുകളൊക്കെ പകർത്തി പിന്നീട് അത് വെച്ചിട്ട് വിലപേശി
മറ്റുള്ളവരുടെ ജീവനും ജീവിതത്തിനും കെണികളായി മാറുന്ന യുവതലമുറ പോലും ഇവരെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അവർക്കൊക്കെ ഹീറോ ആയി മാറുക. അപ്പൊ പണവും പ്രശസ്തിയും സുഖവും ഇതിനു വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഇത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും ദീപക്കുമാരുണ്ടാകും, ഇനിയും ബഷീറുമാരുണ്ടാകും. ഇരകളാക്കപ്പെടാൻ ശ്രീറാം വെങ്കിട്ടരാമന്മാരും ഇതുപോലെയുള്ള ഹണി ട്രാപ്പിനകത്ത് പെട്ടുപോയിട്ടുണ്ടാകും. ജാഗ്രത. യുവാവ് ഭിന്നശേഷിക്കാരനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ തങ്ങൾക്കൊരു കേടുപാടും ഉണ്ടാകില്ല എന്ന് ബുദ്ധിയുള്ള ഇവരങ്ങോട്ട് ചിന്തിച്ചു മനസ്സിലാക്കി. അങ്ങനെയാണ് യുവാവിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഹണി ട്രാപ്പിൽ കുടുക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണ് ഇവര് പറഞ്ഞതുപോലെ ചെയ്യാത്തതിന്റെ പേരിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഈ യുവാവ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇവരുടെ അടിയും പിടിയും ചവിട്ടും കുത്തും ഇവര് കൊല്ലുമോ എന്നുമൊക്കെ ഭയപ്പെട്ട് വസ്ത്രങ്ങളൊക്കെ ഊരി അവളുടെ കൂടെ കിടക്കുകയോ അങ്ങനെ ചില നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് യുവാവിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുമായിരുന്നില്ല. സംഭവത്തിലെ 1-ാം പ്രതിയാണ് സഫ്ന. 5-അംഗ സംഘത്തെ ആണ് പോലീസ് ഇപ്പോൾ തൂക്കിയത്. ഈ മാസം 22-ാം തീയതി നടക്കുന്ന സംഭവമാണ്. 26-ാം തീയതി എങ്കിലും ആളെ പിടിച്ചല്ലോ. സോഷ്യൽ മീഡിയ വഴി കൊല്ലം നല്ലില സ്വദേശിയായിട്ടുള്ള യുവാവ്, അതുപോലെ സഫ്ന യുവാവിനെ വീഴ്ത്തുന്നു. കാരണം ഇവർക്ക് മധുരമായിട്ട് സംസാരിക്കാനും ഒക്കെ അറിയാലോ. അങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വാസം നേടിയെടുക്കുവാണ്. ഏതാണ്ട് ഹോട്ടലില് സഫ്ന യുവാവിനെ വിളിച്ചു വരുത്തിയത് 6:30 വൈകിട്ട്. അങ്ങനെയാണ് ടോയ്ലറ്റിൽ ഒളിച്ചിരുന്ന 2 പേര് പെട്ടെന്ന് പുറത്തോട്ട് വരുന്നു. മാരകായുധങ്ങളുമായിട്ട് യുവാവിനെ ആക്രമിക്കുന്നു. യുവാവിനെ ഭീഷണിപ്പെടുത്തി തുണി ഉരിയാൻ, സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ 2 യുവാക്കളും നിർബന്ധിച്ചു. അപ്പോ ചുറ്റിനും ക്യാമറകളുണ്ട്. എന്നിട്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഈ യുവാവിന് പണമുണ്ട് എന്ന് മനസ്സിലാക്കി യുവാവിനെ വീഴ്ത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവായിട്ട് പോലും അതിന് സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ തുണി ഉരിയാൻ പറ്റാതെ വന്നപ്പോൾ ഈ യുവാവ് അതിനെ ശക്തമായ രൂപത്തിൽ എതിർത്തപ്പോൾ ഇവർ അതിനെ കൊല്ലാൻ നോക്കി. കൊല്ലുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം. ഇങ്ങനെ ചില പെണ്ണുങ്ങൾ ഒരുമ്പെട്ടിറങ്ങിയാൽ ഒരു ബ്രഹ്മാവിനും തടുക്കാൻ കഴിയില്ല. നന്ദി.